ജൂലൈ 12 വിശുദ്ധരായ ലൂയി മാർട്ടിനും സേലുഗരിനും. സൈനിക കുടുംബങ്ങളിൽ ജനിച്ച, വൈദിക സന്യാസ ദൈവവിളികൾ സ്വീകരിക്കാൻ ആഗ്രഹിച്ച, എന്നാൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് വിവാഹ ജീവിതം നയിച്ച് ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയായ കൊച്ചുത്രേസ്യ ഉൾപ്പെടെ 9 മക്കൾക്ക് ജന്മം നൽകി വളർത്തി വിശുദ്ധരായിത്തീർന്ന ദമ്പതികളാണ് ലൂയി മാർട്ടിനും സേലുഗരിനും. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ഏകാന്തതയെ സ്നേഹിച്ചിരുന്ന ലൂയി സൂക്ഷ്മതയും കൃത്യതയും ആവശ്യമായ വാച്ച് നിർമ്മാണം തന്റെ തൊഴിലായി സ്വീകരിച്ചു. 22-ാമത്തെ വയസ്സിൽ സന്യാസ ജീവിതം അഭിലഷിച്ചുകൊണ്ട് ഒരു ബെനഡിക്റ്റൈൻ ആശ്രമത്തിൽ ചേർന്നു. ലത്തീൻ ഭാഷാ പഠനത്തിലുണ്ടായ ബുദ്ധിമുട്ട് മൂലം സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വന്നു. അലൻസോണിൽ വാച്ച് നിർമ്മാണവും രത്നവ്യാപാരവും ആരംഭിച്ച ലൂയി മികച്ച ഒരു സംരംഭകനായി തീർന്നു. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് പ്രഥമ സ്ഥാനം എന്നതായിരുന്നു ലൂയി മാർട്ടിന്റെ ആദർശ സൂക്തം. ലൂയി ഷാൻമസെ ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമത്തവളായ സേലുഗരിൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം വിസിറ്റേഷൻ മഠത്തിൽ ചേർന്ന് സന്യാസ ജീവിതം നയിക്കുന്നതിന് ആഗ്രഹിച്ചുവെങ്കിലും തന്റെ ദൈവവിളി സന്യാസത്തിലേക്കല്ല എന്ന് തിരിച്ചറിഞ്ഞു. അലൻസോണിൽ മുന്തിയ തരം ലേസ് നിർമ്മിക്കുന്ന ഒരു ബിസിനസ് ആരംഭിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. അലൻസോണിലെ സെയിന്റ് ലയോനാർഡ് പാലത്തിൽ വച്ച് സേലുഗരിനും ലൂയി മാർട്ടിനും കണ്ടുമുട്ടി. 1858 ജൂലൈ 13-ാം തീയതി അലൻസോണിലെ നോത്രദാം ദൈവാലയത്തിൽ വച്ച് അവരുടെ വിവാഹം നടന്നു. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം 9 കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. എന്നാൽ കുഞ്ഞുങ്ങളിൽ 4 പേർ ശൈശവത്തിലെ തന്നെ മരിച്ചുപോയി. അവശേഷിച്ച 5 പെൺമക്കളെ ശ്രേഷ്ഠമായ കത്തോലിക്ക വിശ്വാസ ബോധ്യങ്ങളിലും ധാർമ്മിക മൂല്യങ്ങളിലും അവർ വളർത്തി. ലൂയി മാർട്ടിന്റെയും സേലുഗരിന്റെയും ദൈവരാജ്യത്തോടുള്ള ആഭിമുഖ്യം അവരുടെ കുടുംബാന്തരീക്ഷത്തെ വിശുദ്ധമാക്കി. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കൃതികളിൽ തന്റെ മാതാപിതാക്കളുടെ വിശുദ്ധ ജീവിതത്തെ സംബന്ധിച്ച പരാമർശങ്ങൾ ധാരാളമുണ്ട്. ലൂയി സേലി ദമ്പതികളുടെ തീക്ഷ്ണമായ ആത്മീയതയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും അവരുടെ 4 സഹോദരിമാരുടെയും വിശുദ്ധയിലേക്കുള്ള വളർച്ചയുടെ അടിസ്ഥാനം. തുടർന്ന് ഗ്വെരിൻ കുടുംബത്തിന്റെ സഹായത്തോടെ ലൂയി മാർട്ടിൻ ലിസ്വിയിലേക്ക് മാറി താമസിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി. മക്കളിൽ മരിയ ലൂയിസയും മരിയ പൗളിനും കൊച്ചുത്രേസ്യയും കർമ്മല മഠത്തിൽ പ്രവേശിച്ചു. ദുർബലമായ ആരോഗ്യമുണ്ടായിരുന്ന ലയോണി വിസിറ്റേഷൻ മഠത്തിലും, സെലിൻ പിതാവിനെ ശുശ്രൂഷിച്ചു. അലൻസോണിലെ നോത്രദാം ദൈവാലയത്തിലിരുന്ന് ദൈവത്തിന് ഹോമബലിയായി സമർപ്പിക്കുന്നതിന് ലൂയി മാർട്ടിൻ ആഗ്രഹിച്ചു. തുടർന്ന് തളർവാദവും മാനസിക അസ്വാസ്ഥ്യങ്ങളും മൂലം അദ്ദേഹത്തിന് ഏറെ സഹിക്കേണ്ടി വന്നു. 1894 ജൂലൈ 27-ന് അദ്ദേഹം സ്വർഗസമ്മാനത്തിനായി യാത്രയായി. പിതാവിന്റെ മരണശേഷം സെലിൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നതുപോലെ കർമ്മല മഠത്തിൽ പ്രവേശിച്ചു. 2015 ഒക്ടോബർ 18-ന് ലൂയി സേലി ദമ്പതികളെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ ക്രൈസ്തവ ദമ്പതികളാണ് സേലുഗരിനും ലൂയി മാർട്ടിനും. പ്രാർത്ഥന: എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകിയും തങ്ങളുടെ മക്കളെ ശ്രേഷ്ഠമായ കത്തോലിക്ക വിശ്വാസബോധ്യങ്ങളിലും ധാർമ്മിക മൂല്യങ്ങളിലും വളർത്തിയ വിശുദ്ധാത്മാക്കളെ, ക്രൈസ്തവ മാതാപിതാക്കൾ നിങ്ങൾ കാണിച്ചു തന്ന മാതൃകയിൽ ജീവിക്കുവാനും തങ്ങളുടെ മക്കളെ നല്ല വിശ്വാസത്തിലും വളർത്തിക്കൊണ്ടുവരുവാനായി പ്രാർത്ഥിക്കണമേ.